നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായ അമ്മമാരുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അതിന്റെ നിർണായകമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രതിമാസം 1000 രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യ ഗഡു വിതരണം ഇതിനോടകം തന്നെ ഇപ്പോൾ വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. പദ്ധതി ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ഏകദേശം 10,09,000-ഓളം ഗുണഭോക്താക്കൾക്ക് ഈ തുക ലഭ്യമായിരുന്നു. എന്നാൽ അപേക്ഷ സമർപ്പിച്ച 16 ലക്ഷത്തോളം വരുന്നവരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും ആദ്യ ഗഡുവിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അപേക്ഷകൾ സമർപ്പിച്ച് അത് അപ്രൂവ് ആയിട്ടും പണം ലഭിക്കാത്തവരും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ നടപടികൾ പാതി വഴിയിലൊക്കെ നിലച്ചു പോയവരുമൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പദ്ധതിയുടെ രണ്ടാം ഘട്ട തുക വിതരണം വരാനിരിക്കുന്ന മാർച്ച് മാസത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ആദ്യ ഗഡു ലഭിച്ചവർക്ക് മാർച്ചിൽ രണ്ടാം ഗഡു കൂടി ലഭിക്കുന്നതോടെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ആകെ 2000 രൂപയായിരിക്കും ഇത്തരത്തിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുക. എന്നാൽ സാങ്കേതിക കാരണങ്ങളാലോ വെരിഫിക്കേഷൻ വൈകിയത് മൂലമോ ഫെബ്രുവരിയിൽ തുക ലഭിക്കാത്തവർക്ക് മാർച്ചിലെ വിതരണത്തോടൊപ്പം തന്നെ ആദ്യ ഗഡുവായ 1000 രൂപ ലഭ്യമാക്കാനാണ് അധികൃതർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ 16 ലക്ഷം അപേക്ഷകരിൽ നിന്നും 10 ലക്ഷം പേർക്ക് മാത്രം ആനുകൂല്യം നൽകിയത് മുൻഗണനാ ക്രമത്തിലുള്ള പരിശോധനകൾ പൂർത്തിയായതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് അപേക്ഷകളിൽ ഈ മാസം തന്നെ ദ്രുതഗതിയിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കി അർഹരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അപേക്ഷകൾ വ്യാപകമായിട്ട് നിരസിക്കപ്പെടുന്നതും തിരികെ അയക്കപ്പെടുന്നതുമൊക്കെ തന്നെ ഗുണഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രധാനമായും രേഖകളിലെ പൊരുത്തക്കേടുകളാണ് അപേക്ഷകൾ തള്ളാനായിട്ട് കാരണമാകുന്നത്. അപേക്ഷകരുടെ പേര്, വയസ്സ് എന്നിവ തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകളിലെ വിവരങ്ങളും ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് വലിയൊരു തടസ്സമാണ്. കൂടാതെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ തന്നെ വ്യക്തതക്കുറവ്, ലോ ക്ലാരിറ്റി, ഇത് കാരണം ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട്. അപ്പോൾ ഇത്തരം അപേക്ഷകൾ റിട്ടേൺ ടു സിറ്റിസൺ എന്ന വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയും ഗുണഭോക്താവിന് തന്നെ ഇതിലെ പിശകുകളൊക്കെ തന്നെ തിരുത്താൻ അവസരം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകിയവർ സ്വന്തം നിലയ്ക്കോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷയുടെ നിലവിലത്തെ അവസ്ഥ, സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് അനിവാര്യമാണ്. സ്മാർട്ട് പോർട്ടൽ വഴിയാണ് ഇത്തരത്തിൽ അപേക്ഷകളുടെയൊക്കെ തന്നെ നില പരിശോധിക്കാനുള്ള സംവിധാനം ഇപ്പോൾ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ സർവീസ് സെന്ററുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ അപേക്ഷിച്ചവർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. സ്വന്തം മൊബൈൽ ഫോൺ വഴി അപേക്ഷ സമർപ്പിച്ചവർക്ക് സ്മാർട്ട് ലോഗിൻ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപേക്ഷയിൽ പിശകുകൾ കണ്ടെത്തിയാൽ അവ ഉടൻ തന്നെ തിരുത്തി നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഈ ആഴ്ചയിൽ തന്നെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി കൂടുതൽ അപേക്ഷകൾക്ക് അപ്രൂവൽ നൽകാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രൂവൽ ലഭിച്ചിട്ടും സാങ്കേതിക തകരാറുകൾ മൂലം തുക ലഭിക്കാത്തവർക്ക് മാർച്ച് മാസത്തിലെ വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശികയും ലഭിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അർഹരായ നിരവധി ആളുകൾ ഇനിയും പദ്ധതിക്ക് പുറത്തുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട്. BPL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ട്. എന്നാൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരോ അല്ലെങ്കിൽ ഇനി സർക്കാർ തലത്തിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ താൽക്കാലികമായിട്ടോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരോ ആയിരിക്കരുത് അപേക്ഷകർ. ഇത്തരം നിബന്ധനകൾ പാലിക്കാത്ത അപേക്ഷകൾ പരിശോധനാ വേളയിൽ തന്നെ കർശനമായിട്ട് ഒഴിവാക്കപ്പെടും. അതിനാൽ തന്നെ അർഹതയുള്ളവർ മാത്രം ഇതിലേക്ക് കൃത്യമായിട്ട് രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് നൽകുക. സർക്കാർ നൽകുന്ന കൃത്യമായ അറിയിപ്പുകൾ കൃത്യസമയത്ത് കാലതാമസമില്ലാതെ മനസ്സിലാക്കുന്നത് വഴി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം നൽകുകയും കൃത്യമായ ഇടവേളകളിൽ അപേക്ഷയുടെ പുരോഗതി കൃത്യമായി എല്ലാവരും വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ്. അർഹരായ എല്ലാ അമ്മമാർക്കും ഈ ധനസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും പുതിയ അറിയിപ്പുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.